സമയം ദൈവവചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. And I trust in God to have a short meditation from the Word of God. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. John chapter 21 verse 9. യോഹന്നാൻ 21:9. കരക്കിറങ്ങിയപ്പോൾ അവൻ തീക്കരകം അതിന്മേൽ മീൻ വച്ചിരിക്കുന്നു അപ്പവും കണ്ടു. അവർ കരക്കിറങ്ങിയപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. And when they got out of the land and they saw a charcoal fire already laid and fish placed on it and the bread. അപ്പത്തെ കുറിച്ചും മീനിനെ കുറിച്ചും ഒക്കെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാം. I'm going to preach about bread and fish, so you should be happy. Praise the Lord. ആരാധനയ്ക്ക് ഇരിക്കുന്ന ദൈവമക്കളിൽ ചിലരുടെ ഫോട്ടോ അവരറിയാതെ എടുത്ത് അവരെ കാണിക്കണം. And when the people sit on the worshiping God and without knowing them, we should take the picture and let them see their picture. ഒരു സന്തോഷവും മുഖത്തില്ല. And they don't have any joy in their face. നമ്മൾ ഇത്രയും ശ്വാസം പിടിച്ച് ടെൻഷൻ അടിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കരുത്. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലമെന്നാണ്. When we seated in the presence of God, we have to relax and we have to be happy. The Word of God is saying that the joy in the presence of the Lord, that is my strength and that is my joy. നമ്മുടെ മുഖത്തെ സന്തോഷം കുറഞ്ഞാൽ കർത്താവ് അത് ചോദ്യം ചെയ്യുന്നയാളാണ്. അത് വചനത്തിന്റെ ദൈവം നമുക്ക് അറിയാം. And if we lose happiness in our life and God will question that, you know that from the Word of God. ആരാധന കഴിഞ്ഞ് യാഗം കഴിഞ്ഞ് ഇറങ്ങിയ പാടെ കയ്യിനോട് ദൈവം ചോദിച്ചു, കയ്യിനെ നിന്റെ മുഖം വാടുന്നതെന്ത്? And right after the worship and the sacrifice, God asked to Cain, why your face is so shallow? Why you are not happy? അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കളുടെ, ആരാധനയ്ക്ക് ഇരിക്കുന്ന ദൈവമക്കളുടെ, ആരാധന കഴിയുന്ന ദൈവമക്കളുടെ മുഖത്ത് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു പ്രസന്നതയുണ്ട്, ഒരു സന്തോഷമുണ്ട്. Worship God and God is expecting certain things and certain kind of attitude from your face. ഈ വാക്യം നമ്മൾ ഇതിനു മുൻപ് ധ്യാനിച്ചിട്ടുണ്ടാവും, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. And we have been heard from this portion many times before. സമയപരിധിയിൽ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് വിശദമായിട്ട് വിശകലനം ചെയ്ത് ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് കഴിയില്ല. And I don't have a time to explain very details from this portion. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. And we know the context of this verse. ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ രാത്രി മുഴുവൻ മീൻ പിടിച്ചു. And under the leadership of Peter, all the disciples, they were fishing all day, all night. ഒന്നും കിട്ടിയില്ല. They did not catch anything. എനിക്ക് അത്ഭുതം തോന്നിയത്, കടലിൽ ശിഷ്യന്മാര് മീൻ പിടിച്ചിട്ട് മീൻ കിട്ടിയില്ല. അവർ കരക്കിറങ്ങിയപ്പോൾ കടലിൽ മീനിരിക്കുന്നു. And on the sea they toiled so hard and they could not find a single fish. When they came to the shore and there is a fresh bread and the fish is sitting there. കടലിൽ അന്വേഷിച്ചത് കടലിൽ കണ്ടെത്തിയില്ല. കടലിൽ അവർ അന്വേഷിച്ചത് കരയിൽ അവർ കണ്ടെത്തി. And what they searched on the sea, they did not see in the sea. What they searched in the sea, what they found on the land. ഞാന് കനലിൽ ഇരിക്കുന്ന മീനിനെ കുറിച്ചാണ് ഒന്ന് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. And I want to meditate and take your attention to the portion that the fish which is on the charcoal. എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവർ ശിഷ്യന്മാർ ആദ്യം കണ്ടത് അപ്പമോ മീനോ അല്ല, തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. And you should pay attention that the disciples first they did not see fish or bread. They first found the charcoal fire and on the top of that there is fish and bread. കരക്കിറങ്ങിയ ശിഷ്യന്മാർ ആദ്യം കണ്ടത് എന്താ? And what did the disciples see when they first came into the land?
തീക്കനലാണ്. And they saw the fire coal. എന്തുകൊണ്ടാണ് ആ തീ അണയ്ക്കാതെ, തീ കെട്ടുപോകാതെ തീക്കനൽ അവിടെ ഉണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ്? And what was the reason the charcoal fire was still there without quenching it? അപ്പവും പാകം ചെയ്ത് കഴിഞ്ഞതാണ്, മീനും പാകം ചെയ്ത് കഴിഞ്ഞതാണ്. And the bread is already prepared and fish is also prepared. നമ്മൾ സാധാരണ ആഹാരം പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യും. And usually when we prepare our food, we turn off the gas. ഗ്യാസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് വിറക് കത്തിച്ച് ഭക്ഷണം പാചകം ചെയ്ത ഒരു പാരമ്പര്യം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. And before the invention of the gas and electricity, we have a tradition in the previous time. We used the firewood to prepare the food. പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ അടുപ്പിലെ തീ കെടുത്തു. And right after the cooking, we will quench the fire in our oven. ഇവിടെയാണ് ഈ ആശയത്തിനകത്ത് ഒരു ദൂത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചത്. And here in that place, the Spirit of God showed me a message in that portion. അപ്പവും മീനും ഭക്ഷിക്കത്തക്ക നിലയിൽ പാകം ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിലും തീ കെട്ടിട്ടില്ല. Even though the fish and the bread is already prepared ready to eat, but the fire is still burning. ശിഷ്യന്മാർ കരക്കിറങ്ങിയപ്പോ ആദ്യം കണ്ടത് തീക്കനലാണെന്ന് എഴുതിയിരിക്കുന്നതിനകത്തൊരു ദൂതുണ്ട്. When the disciples came into the land, there is a reason why they see the fire, and there is a reason behind it. എന്തുകൊണ്ടാണ് യേശു ഈ തീ അണയ്ക്കാതിരുന്നത്? And why didn't God, Jesus Christ, didn't let off this fire in the place? എന്തുകൊണ്ടാണ് ഈ തീക്കനലിൽ ഇപ്പോഴും തീ നിലനിർത്തിയിരിക്കുന്നത്? And why the charcoal is still burning? What is the reason behind it? കർത്താവ് ശിഷ്യന്മാരെ കരുതിയതാ. Because of Jesus Christ, He cared about His disciples. രാത്രി മുഴുവനും വെള്ളത്തിലായിരുന്നു അധ്വാനം. And all night they were toiling in the water. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എല്ലാം ശരീരം നന്നായി തണുത്തു മരച്ചിട്ടുണ്ട്. And if that is true, and all their body is still freezing, and that is a fact. കർത്താവിന് മനസ്സിലായി, കരക്കിറങ്ങുമ്പോ അപ്പം തിന്നുന്നതിന് മുൻപ്, മീൻ കഴിക്കുന്നതിന് മുൻപ് ഇവർക്ക് ആവശ്യം അല്പം ചൂടാ. And Jesus Christ knew that before they eat the bread and the fish, they need some warmness, and that is the reason the fire was still burning. ഞാൻ എന്റെ കർത്താവിനെ ഒരുപാട് സ്തുതിച്ച ഒരു ചിന്തയാണ് ഇതെന്ന് പറഞ്ഞാൽ, എന്റെ ശരീരം പരിധിയിൽ കൂടുതൽ ഒന്ന് തണുത്തു പോയാൽ അതുവരെ ശ്രദ്ധിക്കാൻ മനസ്സുള്ള ഒരു രക്ഷകനാണ് എന്റെ കർത്താവ് എന്നുള്ള ചിന്ത എത്രയധികം അവരെ സ്തുതിക്കാൻ വക നൽകുന്ന ചിന്തയാണ്. When I meditate this, it's not only the bread and the fish, but God is even care if my body is getting a little bit cold, and His care is so greater that when I think about it, I could not sit quiet. നമ്മുടെ ശരീരാത്മദേഹികളുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനായ ഒരു വീണ്ടെടുപ്പുകാരനെ ആരാധിക്കാനാ ഇന്ന് പകലിൽ ദൈവമക്കൾ സഭായോഗത്തിൽ വന്നിരിക്കുന്നത്. We are here today morning in order to worship the God who is our Redeemer. He is providing all the needs of our body. കർത്താവ് തീ കെടുത്താതിരുന്നത്, തീക്കനലിൽ തീ നിലനിർത്തിയിരിക്കുന്നത് മറ്റൊന്നിനുമായിരുന്നില്ല, തണുത്തു മരവിച്ച ശിഷ്യന്മാരുടെ ശരീരത്തിന് ചൂട് നൽകണമെന്നുള്ള ഒരു പദ്ധതി കർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ്. The only reason Jesus kept the fire still burning, because He had a great plan. When the disciples come into the shore, they need some warmth. That's the reason the fire was still burning there. പിന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കനലേലിരിക്കുന്ന അപ്പവും മീനുമാണ്. And then their attention went to that bread and the fish which is on the fire. പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ അപ്പത്തെക്കുറിച്ചും മീനിനെക്കുറിച്ചും വേറെയും പരാമർശമുണ്ട്. And if you study the New Testament, you will see the mentioning about the bread and fish in many other places. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞ് യേശു പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. And right after
chapter, Jesus was teaching how to pray, and you should remember the words of Jesus Christ, what he said to his disciples. യേശു പറഞ്ഞു, മകൻ അപ്പനോട് അപ്പം ചോദിച്ചാൽ അപ്പൻ മകന് കല്ല് കൊടുക്കുമോ? If a son asks to his father, "Father, I need a bread," and will his father give him a stone? മകൻ അപ്പനോട് മീൻ ചോദിച്ചാൽ അപ്പൻ മകന് പാമ്പിന് കൊടുക്കുമോ? If a son asks his father about fish, and will his father give him a snake? മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പകരം അപ്പൻ തേളിനെ കൊടുക്കുമോ? And if a son asks his father about an egg, and will he give a scorpion? തിന്നാൻ കൊള്ളാവുന്ന ഈ മൂന്ന് സാധനങ്ങളുടെ പേരും തിന്നാൻ കൊള്ളാത്ത ഈ മൂന്ന് സാധനങ്ങളുടെ പേരും പറഞ്ഞത് നമ്മുടെ കർത്താവ് തന്നെയാണ്. And Jesus Christ himself said about the 3 edible food and also the 3 unedible foods. ആ ലൂക്കോസ് 11-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ, and if you study Luke chapter 11, അപ്പത്തോട് ചേർത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന 2 കറികൾ ഏതൊക്കെയാണ്? and what are the 2 different dishes which is considering with the bread? അപ്പം പ്ലസ് മീൻ മുട്ട, and bread plus fish and the egg. അപ്പത്തിന് കർത്താവ് പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ മീൻകറി അല്ലെങ്കിൽ മുട്ടക്കറി. And if that is true, Jesus Christ is preferring for a bread, it is either meat, the fish curry, or the egg curry. പക്ഷേ പുതിയ നിയമത്തിലെങ്ങും ഇറച്ചിക്കറിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. In the New Testament, you will not see anything about the meat. പഴയ നിയമം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, പഴയ നിയമത്തിൽ ദൈവം കൊടുത്തത് ഇറച്ചിയാണ്. And if you look into the Old Testament, you can see about meat. യെസ്, ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് ഫാറ്റ്ലെസ് മീറ്റ് ആണ്, കാട ഇറച്ചിക്ക് കൊഴുപ്പില്ല. And if you look into the Old Testament time, the children of Israel, God gave them quail, and it does not have any fat on the meat. ആവശ്യത്തിനുള്ള ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്ന് ആരും സപ്ലൈ ചെയ്യരുതെന്നാണ് അതിന്റെ അർത്ഥം. That means necessary fat we have in our own body itself. We don't need to provide extra fat into our body. നമ്മുടെ ആളുകളിൽ പലർക്കും ഒരു സുഖവും ഇല്ലാത്തതിന്റെ കാരണം ഈ ഫാറ്റ് കൂടിയ ഫുഡ് കഴിച്ചിട്ടാണെന്നാണ് സത്യം. And one of the facts is that many of our people does not feel good in their body because they're eating all these kind of greasy food. കാട ഇറച്ചി അല്ലാതെ ഒരിറച്ചി ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഈ 40 വർഷത്തിനിടയ്ക്ക് കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. On the 40 days of wilderness, God never gave them other than the quail meat. ചിലർക്ക് ശരീരത്തിനെല്ലാം വേദനയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ വേദന, ഇവിടെ വേദന, തോളിന് വേദന, പുറത്ത് വേദന, മുഴുവൻ വേദനയാണ്. And some people complain that they have pain all over their body. അത് ഈ ഫാറ്റ് സെല്ലുകൾ നമ്മുടെ ബ്ലഡിനകത്ത് ഫോം ചെയ്യും, കൊഴുപ്പിന്റെ സെല്ലുകൾ. And the fat cells will form in our blood. ഈ ഫാറ്റ് സെല്ലും ബ്ലഡും തമ്മിൽ രക്തക്കുഴലിൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. And the pain we experience the time when the fat cells attack our blood cells, that's when the time we experience the pain. രക്തക്കുഴലിലൂടെ വരുന്ന ബ്ലഡിന് മുമ്പോട്ട് പോകാൻ പറ്റാതെ ഈ സ്ട്രൈക്ക് ഒക്കെ നടക്കുമ്പോ, ബന്ധൊക്കെ ഉണ്ടാകുമ്പോ കല്ല് പിടിച്ച് റോഡിൽ വെച്ചിരിക്കുന്നത് പോലെ ഫാറ്റ് ഇങ്ങനെ ഈ വഴി തടസ്സമായിട്ട് നിൽക്കുകയാണ്. And the blood started to flow through the vein, and on the way the fat cells are sitting there, just like when there is a protest, when we see in the streets, and they are putting obstacles on their way. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ആ വേദനയുള്ള ഭാഗം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക. ഇവിടെ കറക്റ്റ് പൊസിഷൻ നമുക്കറിയാം എവിടെയാണ് വേദന. And that's the only reason why we can strictly point out this is the particular place I am having that pain. നമ്മുടെ പഴയ ആളുകൾ ഇങ്ങനെ വേദന വരുമ്പോൾ ചെയ്യുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്, നിങ്ങളിൽ പലർക്കും അറിയാം. And you may know that one single remedy the people in the old time they do this. എന്തെങ്കിലും ഓയിന്റ്മെന്റ് എടുത്ത് പരട്ടും ആദ്യം. And they take any kind of ointment first. എന്നിട്ട് ഒരല്പം വെള്ളം ചൂടാക്കി ചൂട് പിടിക്കുകയാണ്. And after that they boil the water and put some warmness there. ചൂട് പിടിച്ചു കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്? And after that they ask, how do you feel now? നമ്മൾ പറയും, ചൂട് വെച്ച് പിന്നെ ഒരു ആശ്വാസമുണ്ട്. And after that warmness I feel a little better now. നല്ല വേദന ഉണ്ടായിരുന്നു, ഈ ചൂട് വെച്ചപ്പം പെട്ടെന്ന് വേദന പറയാൻ കാര്യമില്ല. And what is the reason when you get the little warmness, why you get released by that pain? ഒരു ടാബ്ലറ്റും അകത്തോട്ട് കഴിച്ചു
കഴിച്ചില്ലല്ലോ. Even though you did not take any tablet, ചൂട് വെച്ചപ്പം വേദന മാറിയത് ചൂട് ചെന്നപ്പം നെയ് ഉരുകി. the reason why when you put the heat in your body and that heat will melt that fat cells. അപ്പോ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയി. And now the blood circulation is properly going on. ഇതാണ് അതിന്റെ ശരീരശാസ്ത്ര വശം. That is the anatomy behind it. നമ്മുടെ ഇടയിൽ പിന്നെ എല്ലാത്തിനും ഒരു ഒറ്റമൂലിയേ ഉള്ളൂ. In our case, we have a remedy for everything. കൈക്ക് വേദന വന്നാൽ ഉടനെ പറയും കൈയടിക്കാൻ കഴിയാത്ത ദുഷ്ടൻ പോരാടുക. And if you have a pain in your hand, you will say that the Satan is attacking me. The bondage of Satan is with me. സത്യത്തിൽ നമ്മുടെ പല വേദനകളുടെയും പിൻപിൽ പാവം പിശാചിന് ഒരു പങ്കുമില്ല. And the truth is there is no part in Satan's hand, that there is nothing to do with the Satan. All the pains we face. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വേദന കുറയാൻ പിശാചിനെ ശാസിച്ച് സമയം കളയരുത്. തീറ്റി കുറച്ചാൽ മതി വേദന കുറയും. In that kind of time, do not even waste your time rebuking Satan. Just control your diet. ഞാൻ മീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചിന്ത പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. And I just want to mention when we spoke about fish. ഈ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത മീൻ ശ്രദ്ധിച്ചേ. And pay attention to what kind of fish God gave to disciples. ഗ്രിൽ ഫിഷ്. That's a green fish. കാരണം അതിനകത്തു നിന്ന് പോലും ഒരല്പം പോലും ഫാറ്റ് ഈ ഉപദേശിമാരുടെ ശരീരത്തിൽ ചെല്ലാൻ പാടില്ല. And out of that fish, not even a single fat cell go to these disciples. കർത്താവ് തന്റെ ജനത്തിന് നൽകുന്നതൊക്കെ ശരിക്കും ഹെൽത്തി ഫുഡ് നൽകുന്നത്. And whatever God gives to His own people, that is a very healthy food. ചിലരുടെ കൈയടി ഞാൻ ശ്രദ്ധിച്ചിട്ട് ഫുഡിന്റെ തയ്യാറാണെന്ന് ചെറിയ സംശയമുണ്ട്. And when I look at the people, the way they clap, and I think that there's a little problem with the way they eat the food. ഒരുപാട് കഴിക്കരുത്. കൈയടിക്കാനെങ്കിലും ബലം കിട്ടുന്ന ഹെൽത്തി ഫുഡിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. Do not eat too much. And we have to pay attention that we should eat some good food that we can clap our hands properly. ആത്മീയമായി പറഞ്ഞാലും നമ്മുടെ കൂടിവരവുകളിൽ വെള്ളം ചേർത്ത് ഒന്നും സപ്ലൈ ചെയ്യരുത്. ആത്മാവിന് നല്ല പോഷണം ലഭിക്കുന്ന ഹെൽത്തി ഫുഡായിരിക്കണം സപ്ലൈ ചെയ്യേണ്ടത്. In the spiritual realm also, when we come into the presence of God, we should always preach the clear, the pure word of God. മീനിനെ കുറിച്ചൊരു ചെറിയ മുഖവര ഞാൻ പറഞ്ഞു വന്ന് ഈ ഭാഗം ഒന്ന് കണക്ട് ചെയ്ത് വാക്കുകൾ ചുരുക്കാം. And then we conclude with a little bit more thing about fish. ഗലീലക്കടലിൽ എണ്ണാൻ പറ്റാത്തതുപോലെ മത്സ്യമുണ്ട്. In the Sea of Galilee, there are a lot of enormous number of fishes there. ലോകത്തിൽ കടലിലെ മത്സ്യത്തിന്റെ കണക്ക് ഇന്ന് വരെ ആർക്കും അറിയില്ല. And nobody can count the number of fishes in the ocean. ഒരു ഗാലക്സിയിൽ എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ എണ്ണിയിട്ടുണ്ട്. And the scientists could be able to count and how many stars in a galaxy. ലോകത്തിലുള്ള പലതിന്റെയും കണക്ക് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. And our scientists have found out and reached a conclusion what are the amount in many things in their life. പക്ഷേ ഇന്നേ നാഴിക വരെ കടലിലെ മീനിന്റെ എണ്ണം ആർക്കും അറിയത്തില്ല. Even today, nobody can even count the number of fishes in an ocean. കടലിലെ മത്സ്യത്തിന്റെ കണക്കെടുക്കാൻ ആർക്കും കഴിയില്ല അത്ര തന്നെ. And the truth is, nobody can count the number of fishes in an ocean. അപ്പൊ ഒന്നാമത്തെ വിഭാഗത്തിന് എങ്ങനെ പേരിടാം? എണ്ണാൻ പറ്റാത്ത മത്സ്യസമ്പത്ത്. And the number one is the wealth of fishes, but nobody can count it. ഈ അധ്യായം തന്നെ നമ്മൾ പഠിക്കുമ്പോ when we study this chapter, വലയിൽ അകപ്പെട്ട 153 മീനിനെ കുറിച്ച് നമ്മൾ കാണും. And we learn about 153 fishes which is caught by the net. ഈ മീനിന് എണ്ണമുണ്ട്. And there is a number for all these fishes. അതിപ്പോൾ കടലിലല്ല, അതിപ്പോൾ വലയിലാണ്. That is not in the ocean, that is in the net. പിടിക്കപ്പെട്ട മത്സ്യമെന്ന് വേണമെങ്കിൽ വിളിക്കാം. And we can say that these are the captured fishes. പിടിക്കപ്പെട്ട മത്സ്യമെന്ന് പറയുമ്പോൾ ഞാനും അഭിമാനത്തോടെ പറയും, 16ാമത്തെ വയസ്സിൽ കർത്താവിനാൽ പിടിക്കപ്പെട്ട ഒരു മീന ഞാൻ. And when we say the captured fishes, I can also proudly say at the age of 16, and I also caught by the grace of God. നമുക്കറിയാം കർത്താവ് മനുഷ്യരെ മീനിനോട് ഉപമിച്ച പത്രോസിനോട് സംസാരിച്ചത്. And we know that Jesus Christ spoke to Peter that resembling men and to the fish
fishes. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന്. And he told to Peter that I will make you to catch the human beings. ഇത്രയും നാൾ നീ മീനാണ് പിടിച്ചത്. Even now, until today, you've been catching fishes. എന്നാൽ ഇനി മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാണ്. And hereafter you will go and catch humans. പിടിക്കപ്പെട്ട 153 മീനും വലിയ മീനാണെന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. And it is a great miracle that all the 153 fishes are great fishes. കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി കരുതുന്നതും നൽകുന്നതും നല്ലതും വലിയതുമാണ്. And all the provision of God, what He's given to His people, that is great and mighty things. മൂന്നാമത് മീനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, and if you think thoroughly about fishes, 2 മീനിന്റെ കണക്കുണ്ട് ബൈബിളിൽ. and there's a calculation about 2 fishes in Bible. 5 അപ്പവും 2 മീനും. 5 breads and 2 fishes. കണക്കില്ലാത്ത വേറൊരു ഗ്രൂപ്പ് മത്സ്യമുണ്ട്. And there's another group of fish, there is no calculation. 7 അപ്പവും കുറെ ചെറുമീനുകളും എന്ന് നമ്മൾ വായിക്കുന്നു. And we can read that 7 breads and there are a number of fishes. 7 അപ്പത്തിന്റെ കൂടെ സപ്ലൈ ചെയ്ത മീനുകളെല്ലാം ചെറുതായിരുന്നു എന്നുള്ളതും അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. And we need to pay attention that all the 7 breads and the little fishes we were supplying in that place. യോഹന്നാൻ 21 വലയിലെ 153 മീനും വലിയതായിരുന്നു. And at the same time, in John chapter 21, all the fishes in the net, which are big fishes. മറ്റൊരു മീനിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ദ്രഹ്മ വിഴുങ്ങിയ മീനാണ്. And another fish we can see that the fish which was swallowed a coin. ഒരു മീനിന്റെ വായിൽ ചതുർദ്രഹ്മ. And in the one fish's mouth there is a coin inside it. ഒന്ന് ശ്രദ്ധിക്കണം ദൈവമക്കളെ ഭാഗം. Let's pay attention to that portion. ഈ ദ്രഹ്മ എങ്ങനെ മീനിന്റെ വായിൽ വന്നത്? And how this coin entered into the mouth of this fish. ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? Have you ever thought about it? എന്തായാലും ഈ പണത്തിന് ഒരു സോഴ്സ് ഉണ്ടല്ലോ. And somehow there is a source behind this money. ഈ ദ്രഹ്മ എങ്ങനെയാണ് മീനിന്റെ വായിലെത്തിയത്? And how this coin entered into the stomach of this fish. ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചപ്പോ അവൾ പറഞ്ഞത് ഇതാ മീൻ പിടിക്കാൻ വന്ന ആരണ്ടര പോക്കറ്റിൽ നിന്ന് പോയതാണ്. And I asked my wife, how did this happen? She said some of the fishermen the coin and then enter into the mouth of this fish. നമുക്ക് ഇതല്ലാതെ നമുക്കുണ്ട് ഒരു മറുപടി. ഇത് എങ്ങനെ ഈ മീനിന്റെ വായിൽ കാശ് എവിടുന്നാണ്? And we also have a reply, how this coin entered into the stomach of the fish. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. And we cannot simply believe that it is stolen from someone else's hand. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കളഞ്ഞു പോയ കാശ് എടുത്താണോ പത്രോസും യേശുവും കരമടയ്ക്കുന്നത്? And do you think that the money which rose from somebody's hand, if God is allowing Peter to pay the tax? അതൊരിക്കലും കർത്താവിനും കർത്തൃദാസനും ചേരുന്ന പണിയല്ല. And that is not good for a pastor or the servant of God. എവിടെങ്കിലും എന്തെങ്കിലും കിടന്ന് കളഞ്ഞു കിട്ടുമ്പോ ദൈവത്തിന്റെ കരുതലേ എന്നൊന്നും ആരും പറയരുത്. And if you get something which is lost in the way and then you receive that, never say that that is a provision of God. അത് കളഞ്ഞു പോയവൻ അന്ന് മുതലേ പിരാഗി നടക്കുക. The person who lost that money, he will be cursing from the day onward. അതുകൊണ്ട് കളഞ്ഞു കിട്ടുന്നതൊന്നും ആരും കൈവശമാക്കരുത്. And whatever the lost and found things, you did not go and proclaim it. ഇത് കളഞ്ഞു കിട്ടിയതല്ലെങ്കിൽ പിന്നെ എവിടുന്ന ഈ പൈസ? And if this is not lost, where did this money came from? ഇത് കർത്താവ് സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞാലോ? And if I say that if God created this coin inside the fish, ഞാനിത് ഇങ്ങനെ അവതരിപ്പിക്കാതെ കർത്താവ് സൃഷ്ടിച്ചതാണെന്ന് കുറച്ചുകൂടെ ശക്തി പറഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ ആളുകൾ പലരും അല്ലേരിയ പറഞ്ഞേനെ. And instead of saying in a lower voice, if I say a little more voice, and if I say God created this coin, many people would shout joy. ശ്രദ്ധിച്ചേ, കർത്താവ് ഇത് സൃഷ്ടിച്ചതാണെന്നും പറയാൻ പറ്റത്തില്ല. And we cannot say that Jesus created this coin. ഒരേ അച്ചും മറ്റുമുള്ള ഒരു കോയിൻ കർത്താവ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അത് കള്ളപ്പണമല്ലേ? And if God created the coin, and if He created it, and that will become a fake currency. അമേരിക്കൻ ഡോളർ പോലെ വേറൊരു ഡോളർ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആയുസിൽ വെളിച്ചം കാണത്തില്ല. And if I manufacture a similar type of American dollar, if I make a fake currency, I will never go. I
cannot even go outside. കർത്താവ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാലും അത് നിയമപരമായ കുറ്റമാണ്. And even if we say that Jesus Christ created that coin, by law it is against it. പിന്നെ എവിടുന്ന ഈ പൈസ വീഞ്ഞമായി? And from where this coin came into his mouth? ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? Have you ever thought about it? എനിക്കും അറിയത്തില്ല എവിടുന്ന. And I don't even know where it came from. പക്ഷെ ഞാൻ ഇതിനകത്തു നിന്ന് ഒരു ദൂത് പറയാൻ ഇങ്ങോട്ട് നിങ്ങളെ ഒന്ന് കൊണ്ടുവന്നത്. And the reason why I said this, I want to tell you a message about it. പത്രോസിനോടൊന്ന് ചോദിച്ചു, പത്രോസേ, യേശു നിനക്ക് വേണ്ടി കരുതിയ ഈ ദ്രഹ്മയുടെ ഉറവിടമേതാ? And if you ask Peter, the provision what Jesus has provided, where is the source of this money? പത്രോസ് പറയും, ഉറവിടം ഏതാണെന്ന് എനിക്കറിയില്ല. And Peter may say that I don't know the source of this money. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്നെ വിളിച്ചവൻ എനിക്ക് വേണ്ടി കരുതുന്നവനാണ്. One thing I know, that the one who called me is the one who will provide for me. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്, ഉറവിടം എവിടെ നിന്നാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ചില കരുതലുകൾ കർത്താവ് വിളിച്ചിറക്കിയ തന്റെ ജനത്തിന് വേണ്ടി അവന്റെ മക്കളുണ്ട്. And God has provided some kind of provision that nobody can even say and say that where is the source of all those blessings. ദൈവത്തിന്റെ ശ്രേഷ്ഠമായ കരുതലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്ത് അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. And I praise God, all the people of God who experience the provision of God in this time in this country. കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്, ദൈവം കരുതിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. And all the provisions of God, God has prepared for his people, no one has ever seen, nobody has ever heard, nobody has ever thought in their hearts. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നിലയിൽ എന്റെ ദൈവം എന്നെയും എന്റെ തലമുറകളെയും കരുതി എന്നുള്ളത് ഓർക്കുമ്പോ ഹൃദയത്തിൽ നന്ദിയുടെ നിറവുള്ള ദൈവമക്കൾ ഈ ആരാധനയിൽ മൗനമായിരിക്കാതെ ആ തലമുറന്ന് ചലിപ്പിച്ച് കരുതുന്ന കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. തലമുറകളുടെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ചിലത് ദൈവം കരുതിയിട്ടുണ്ട്. God is prepared something great for your children. ഈ 2014 തന്നെ ദൈവത്തിന്റെ ഉന്നതമായ കരുതലുകൾ അനുഭവിക്കുവാൻ എന്റെ ദൈവം എനിക്ക് അവസരം തരുമെന്ന് ഈ വചനത്തിന്റെ മുമ്പിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആധാരങ്ങൾ ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. നന്ദിയോടെ ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ മീനുകളെ കുറിച്ച് ഒരു നല്ല പഠനം നടത്തി ഒരുപാട് സമയമെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. And we can take a lot of time to study about these fishes. എനിക്ക് പഴയ നിയമത്തിലേറെ പ്രിയങ്കരമായി തോന്നിയ ഒരു ഭാഗമാണ് യോനായെ വിഴുങ്ങിയ മീൻ. And one of my familiar portion in the Old Testament is the fish which is swallowed by the Jonah. ഞാൻ അതിലൊരു ഭാഗം കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസനുമായിട്ടൊന്ന് പങ്കുവെച്ചു. And last time I shared that portion with the pastor. എനിക്ക് ആ മീനിനെ ഭയങ്കര ഇഷ്ടം. And I like that fish. കൽപ്പന ലഭിച്ച മത്സ്യം. And the fish which received that commandment. നിങ്ങൾ യോനയുടെ പുസ്തകം വീട്ടിൽ ചെന്ന് ഇന്നൊന്ന് നോക്കാം. And you should go and read the book of Jonah. യോനയെ വിഴുങ്ങണമെന്ന് ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിരുന്നെന്നാണ്. God commanded to this fish that go and swallow Jonah. കൽപ്പന ലഭിച്ചപ്പോൾ മുതൽ മത്സ്യം പഴയ കമ്പനിയൊക്കെ വിട്ടു. And the moment the fish received the commandment, and he lost all the company which he had. ഇപ്പൊ കപ്പൽ എങ്ങോട്ട് പോന്നോ ആ വഴിക്ക് മത്സ്യത്തിന് പോകാൻ പറ്റുള്ളൂ. And wherever the ship is going, and the fish is also following that fish. കാരണം യോന വെള്ളത്തിൽ വീഴുമ്പോൾ വിഴുങ്ങണമെന്നാണല്ലോ കൽപ്പന. The commandment is that when Jonah fell into the water, you have to go and swallow that Jonah. യോന വെള്ളത്തിൽ വീഴുമ്പോൾ വിഴുങ്ങണമെങ്കിൽ വല്ലോടത്തും കറങ്ങി നടന്നാൽ വിഴുങ്ങാൻ പറ്റുമോ? In order to swallow Jonah, when he comes
come into the water, you cannot wander here and there. കപ്പൽ എങ്ങോട്ട് തിരിയുന്നോ മീനും അങ്ങോട്ട് തിരിയും. And wherever the ship moves, turn away, and the fish also go to that place. അപ്പൊ കൽപ്പന ലഭിച്ചു കഴിഞ്ഞ മത്സ്യത്തിന് സ്വന്തം വഴിയില്ല. കപ്പല് പോകുന്ന വഴിയാ മീന്റെ വഴി. When the fish receives the commandment of God and it cannot go to its own way, wherever the ship go, he has to go that way. കപ്പലിന് ഭാരം കൂടുതലാണെന്ന് തോന്നിയപ്പോ വെള്ളത്തിലിട്ടെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. And the word of God is saying that they threw away all the goods from the fish. ഞാൻ ചിന്തിക്കാറ് ഓരോ ചരക്കും വന്ന് വീഴുമ്പോ ഈ മീൻ അടുത്തോട്ട് പോയി നോക്കും. And I believe that each time the goods coming out of the ship and the fish was coming and searching it. മീനിന് മനസ്സിലായി എന്റെ ചരക്ക് ഇതുവരെ ഇനി വന്നിട്ടില്ല. And the fish knew very clearly that my prey did not even come yet. വെള്ളത്തിൽ വീഴുന്ന എല്ലാ ചരക്കിനും വേണ്ടി വാവൊളിക്കാൻ ഈ മീനിന് കൽപ്പനയില്ല. And the fish did not have any kind of commandment that you have to go and swallow all the goods coming into the sea. കൽപ്പന ലഭിച്ച മത്സ്യം ദൈവം പറയാത്തതൊന്നും വിഴുങ്ങാൻ പാടില്ല. And the fish who received the order cannot go and swallow anything other than what he has got commanded. നമ്മൾ വായ അടച്ചിരിക്കേണ്ട സമയങ്ങളുണ്ട്. There are places and time we have to be quiet. നമ്മൾ മിണ്ടാതിരിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. And there are time we have to be very silent. ഞാൻ അതൊന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. And we don't have time to explain it. അങ്ങനെ ഇരുന്നപ്പോ യോന വന്ന് വീണു. And now the Jonah came and fell into the water. മത്സ്യം യോനയെ വിഴുങ്ങുന്നു. And the fish swallowed the Jonah. നിങ്ങളതൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? Can you be able to imagine that time? വഴി തെറ്റി വണ്ടി മാറി കേറിയ ഒരു പ്രവാചകനെ ഒരു മീൻ വിഴുങ്ങുന്ന ആ രംഗം ഒന്ന് മനസ്സിൽ കാണുന്നത്. And just imagine that scene that the prophet is swallowed by a big fish. ഈ വലിയ മത്സ്യങ്ങൾക്ക് പല്ലുണ്ട്. നിങ്ങൾ വലിയ മത്സ്യങ്ങളുടെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വലിയ മത്സ്യങ്ങൾക്ക് കൂർത്ത പല്ലുകളുണ്ട്. And if you have seen the pictures or the video of the big fish of the whale, you see that it has a sharpened teeth. അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യം യോനായെ വിഴുങ്ങുമ്പോൾ ശ്രദ്ധിച്ചേ വിഴുങ്ങാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പല്ലുകൊണ്ട് ഉപദേശിക്ക് പരുക്കുണ്ടാവും. And if that is true, then when the time when the fish swallow the Jonah, he has to be very careful, otherwise the prophet has to get into it. ഇനി നിങ്ങൾ ചിന്തിച്ചേ, 3 ദിവസമാണ് യോന മത്സ്യത്തിന്റെ വയറ്റിലിരുന്നത്. And now Jonah was in the womb of the fish for 3 days. മീനിന് വേറെ ഒന്നും ഭക്ഷിക്കാൻ പറ്റത്തില്ല. And the fish cannot eat anything else that time. വേറെ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദഹനരസം ഉൽപ്പാദിപ്പിക്കണം. And if the fish started to eat anything else, the digestive fluid has to come out of his stomach. അങ്ങനെയെങ്കിൽ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തമ്പുരാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. And if that is true, God has blocked the gland of the fish which producing the digestive fluid. മത്സ്യം വയറ്റിൽ ദഹനരസം ഉൽപ്പാദിപ്പിച്ചാൽ യോനായുടെ കാറ്റ് പോകും. And if fish started to produce the digestive fluid, and that is the end of the life of Jonah. അങ്ങനെയാണെങ്കിൽ ദൈവദാസന് വേണ്ടി 3 ദിവസമായിട്ട് മത്സ്യം ഫാസ്റ്റിംഗിലാണ്. And if that is true, that the prophet was fasting for 3 days for the prophet of God. ദൈവദാസന്മാർക്കും സഭയ്ക്കും വേണ്ടിയൊക്കെ വല്ലപ്പോഴും ഒരു നേരമെങ്കിലും ഉപവസിക്കണം പ്രിയരെ. Our beloved, we have to at least fast and pray for at least some time for our pastors. നമ്മുടെ ആളുകൾ ഉപവസിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഈ അടുത്തിടയ്ക്ക് പഠിച്ചപ്പോ, when I studied about our fasting nature, ഉപവസിക്കുന്ന ദിവസം the day we fast, ഒരു ഇഡ്ഡലിയെ കഴിക്കത്തുള്ളൂ. they eat only 1 idli. അല്ലെങ്കിൽ രാവിലെ ഒരു 6 എണ്ണം കഴിക്കുന്നതാണ്. Otherwise they at least eat 6 idlis. പിന്നെ ജ്യൂസേ കുടിക്കത്തുള്ളൂ. And then they drink only juice, nothing else. ഉപവസിക്കുന്നവർ ജ്യൂസ് കുടിക്കരുത്. The people who fast do not drink any juice. ഉപവസിക്കുന്നവർ പാൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്. The people who fast did not use any dairy products. പാല് സമ്പൂർണ്ണ ആഹാരമാണ്. Milk is a complete food. അത് അമേരിക്കയിലെ ചായ എന്നൊക്കെ പറയും, എന്നാ ചായ? American tea is what kind of tea is that? ഞാൻ ഈ 2-3 ദിവസം ദൈവദാസന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരു പ്രത്യേക കപ്പുണ്ട്. അത് കുടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പകുതി നിറയും. And so big cup, when I drink from that cup and I am almost full. ഒരു ഗ്ലാസ് പാലിനകത്ത് 18 മൂലകങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. And in 1 glass of milk there are 18 elements. അപ്പൊ ഉപവസിക്കുന്ന ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്ന പാടെ ബെഡ് കോഫി എന്ന് പറഞ്ഞു കുടിക്കും. And the people who are fasting, when they get up right away, they drink 1 bed coffee. പിന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് വേദപുസ്തകത്തിൽ നിന്ന്
ധ്യാനിച്ചു കഴിഞ്ഞ് ഒരു ഒരെണ്ണം കൊടുക്കും. And after brushing their teeth and after meditating from the word, and they drink one more coffee. കുറഞ്ഞത് ഒരു പകലിൽ 4 ചായയോ 4 കാപ്പിയോ പാല് ചേർത്ത് കഴിക്കുന്ന ഉപവാസക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതുവരെ. And I have seen at least 4 times they drink the cup of coffee or tea with the milk, and I have seen such kind of people. ഈ ഉപവസിക്കുന്ന ചിലരോട് ചോദിച്ചേ എങ്ങനെയുണ്ട് ഉപവാസം? And if you ask them, how is the fasting going on? എന്നാ പറയുന്നത്? ഒരു ക്ഷീണം. I don't know, somehow I don't have any tiredness. എങ്ങനെ ക്ഷീണം തോന്നും? പാലല്ലേ ചെന്നോണ്ടിരിക്കുന്നത്. And how do you feel tired? Because you're drinking milk always. ഇങ്ങനെയുള്ള ഉപവാസം എല്ലാം തട്ടിപ്പാണ് കേട്ടോ. And all kind of this kind of fasting they are. ഉപവസിക്കുന്നവർ പാലുൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ that is not a fasting. അത് ഫാസ്റ്റിംഗ് അല്ല, അത് സ്റ്റാർവിംഗ് ആണ്. And if you use any kind of milk products, that is not fasting, that is starving. പോട്ടെ, അവിടെ നിന്ന് നിൽക്കാൻ നമുക്ക് നേരമില്ല. എന്തായാലും മീൻ 3 ദിവസം ഉപവാസമാണ്. And somehow the fish was fasting 3 days. മീനിനോട് ചേർന്ന് യോനായി ഉപവാസത്തിലാണ്. And with the fish, Jonah was also fasting. ആ മത്സ്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ. And if you look into that fish, ദൈവദാസനെ വഹിച്ച് and she is carrying that prophet of God. ഉപവാസത്തോടെ യാത്രയിലാണ്. And with the fasting and the whale is moving forward. ഈ മീനിന് നിനവെ എവിടെന്നറിയാമോ? And the fish doesn't know where is Nineveh. തർശീശ് എവിടെന്നറിയാമോ? And the fish doesn't even know Tarshish. ലോകത്തിലെ ഒരു തുറമുഖങ്ങളും മത്സ്യങ്ങൾക്ക് പരിചിതമല്ല. And the fishes are not aware of any kind of shore in this world. പക്ഷേ യോനയെ വിഴുങ്ങിയ മത്സ്യത്തിന്റെ മുൻപിൽ എന്റെ ദൈവം ഒരു നാവിഗേറ്ററായി നിൽക്കുകയാണ്. And the fish which he swallowed, the Jonah, and God himself become a navigator before that fish. കൽപ്പന ലഭിച്ച ദൈവമക്കളെ, പോകേണ്ട വഴിയിലൂടെ അവൻ നമ്മെ നടത്തുന്നവനാണ്, നയിക്കുന്നവനാണ്. The children of God who receive the commandment of God, and he will always lead us according to the way we should be going. നിനവെ കരയിൽ മത്സ്യം അടുത്തു. And the fish came into the shore of Nineveh. എനിക്ക് ആ ഭാഗമൊന്നും ഇതുവരെ അതിനകത്തെ ആഴങ്ങളും മർമ്മങ്ങളും ഇനിയും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. And I still learning the mystery and the depth of that portion from that Bible. നിനവയുടെ കരയിൽ യോനയെ ഛർദ്ദിച്ചിട്ട് And the fish vomited that Jonah in the shore of Nineveh. മത്സ്യം വെള്ളത്തിനടിയിലേക്ക് പോയി. Now the fish went back to the sea. നമ്മളെല്ലാവരും നിനവയുടെ മാനസാന്തരത്തിന് യോനായെ ദൈവം ഉപയോഗിച്ചതൊക്കെ വാദോരാതെ പ്രസംഗിക്കുന്നവരാണ്. And we are the people who always preach about the repentance of Nineveh. God used Jonah. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഞാൻ പറയും, നിനവെ പട്ടണത്തിന്റെ മാനസാന്തരത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചത് ഈ മത്സ്യമല്ലേ? The repentance and the conversion of the Nineveh city, that's caused by this. One of the reasons is this fish. യോനായുടെ ഫോട്ടോയും യോനായുടെ പേരും ഒക്കെ ഒരുപക്ഷെ പോസ്റ്ററിൽ വന്നേക്കാം. Maybe on the billboards the Jonah's picture may come in the first place. എന്നാൽ ഈ ദൈവദാസനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ 3 ദിവസം ഉപവസിച്ച് വെള്ളത്തിലൂടെ മൈലുകൾ യാത്ര ചെയ്ത് നിനവേയിലെത്തിച്ചിട്ട് ഒരു പേര് പ്രതീക്ഷിക്കാതെ തിരിച്ചു വെള്ളത്തിലേക്ക് മറഞ്ഞ ആ മത്സ്യത്തെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. And I have seen many people which is travel through the water for the 3 days fasting and securely put the prophets of God at the shore, and I have seen such kind of people in my life. ആത്മഭാരമുള്ള ഒരു സഭയാണ് ഈ സഭ, എനിക്ക് നന്നായിട്ട് അറിയാം. And I know that this church has a great burden for the souls. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം, പുതിയ ആത്മാക്കളെ കർത്താവ് കൊണ്ടുവരട്ടെ. And we can pray for the new souls and we can work for it. May God bring new souls into this church. നമ്മുടെ കുറിവാക്യം ഒറ്റ വാചകത്തിൽ പറഞ്ഞു നിർത്തും. And let me conclude my message with our portion. കടലിൽ എണ്ണാൻ പറ്റാത്ത മത്സ്യമുണ്ട്. There are countless numbers of fishes in the sea. വലയിൽ എണ്ണാവുന്ന മത്സ്യങ്ങളുണ്ട്. And on the net we can count those fishes. പക്ഷേ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഏത് മത്സ്യമാണ് പ്രയോജനപ്പെടുന്നത്? And as a person who is hungry, which fish is better for them? ഈ സഭ ഇപ്പോൾ ആശീർവാദം പറഞ്ഞു പിരിയുമ്പോൾ പ്രയോജനപ്പെടുന്ന മീനേതാ? And after the benediction, what kind of fish which is useful to other people? കടലിൽ കിടക്കുന്ന മീനോ വലയിൽ കിടക്കുന്ന മീനോ അല്ല. വിശന്നിരിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്നത് കടലിലിരിക്കുന്ന മീനാ. And the people, and the fish which is not on the sea, not on the land, the
fish which is on the fire, which is already prepared, that is beneficial to the person who is hungry. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന വിശന്നിരിക്കുന്ന ആത്മാക്കൾക്ക് ഒരാശ്വാസമായി മാറുന്ന കനലിലിരിക്കുന്ന മീനാകാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ സഭയിലുണ്ട്? And how many of you willing to be a fish that is on the fire, that be beneficial and useful to others? How many of you willing to do that? ദാവീദിന്റെ സഞ്ചിയിൽ 5 കല്ലുകളുണ്ട്. On the pouch of David there was 5 stones. 5 മിനുസമുള്ള. And 5 stones are very finished stones. പക്ഷേ ഒരു കല്ലിരിക്കുന്നത് ദാവീദിന്റെ കവിടയില്ല. And 1 stone is on the sling of this David. ബാക്കി 4 കല്ലുകളും സഞ്ചിയിൽ വെറുതെ കിടക്കുമ്പോൾ, and the rest of the stones are in the pouch of this David. ഒരു കല്ല് മിനിസ്ട്രിക്ക് വേണ്ടി തയ്യാറാകുകയാണ്. And 1 stone is getting ready for the ministry. വെല്ലുവിളിക്കുന്ന ശത്രുവായ ഗോലിയാത്തിനെതിരെ പായ അഭിഷക്തന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കല്ലിനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. And we can see the stone which is ready to go against the enemy, which is challenging the children of God. കവിടയിലെ കല്ലാകുവാൻ ഇന്ന് പകൽ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? And how many of you will submit and surrender yourself? They will become a stone in the sling. കനലിന്മേൽ ഇരിക്കുന്ന മീനാകുവാൻ ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്? And how many of you willing to become a fish which is on the charcoal? ആത്മാവിന്റെ തീപ്പുറത്തിരുന്ന് വെന്തു പാകമാകുവാൻ കൊതിക്കുന്ന ദൈവമക്കളെയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അന്വേഷിക്കുന്നത്. And the Holy Spirit is searching for the people who are ready to willing to be surrendered for the fire of the Holy Spirit. കനലിലിരിക്കുന്ന മത്സ്യമായി മാറാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കി അതരങ്ങൾ തുറന്ന് ഒരു നിമിഷം ദൈവത്തിന് മഹത്വപ്പെടുത്താം. And if there is anybody here willing to be on the charcoal fire of the Holy Spirit, and you can get ready to pray. ഒരു മത്സ്യം കനലിൽ വരണമെങ്കിൽ ഒരു കഴുകൽ കൂടെ ആവശ്യമാണ്. In order to come into the charcoal fire, there need to be one more sanctification, purification. നമുക്കറിയാം കഴുകൽ തന്നെ ഒന്നല്ല, പല തവണ മീൻ കഴുകും. And there are many times we clean the fish. വെള്ളത്തിലാണ് കിടന്നതെന്ന് പറഞ്ഞ് ആരും മീൻ കഴുകാതെ കനലിൽ കൊണ്ടുവരില്ല. And even though the fish was in the water, we people always clean the fish before it put into the fire. ദൈവവചനത്താൽ കഴുകപ്പെട്ട്, രക്തത്താൽ കഴുകപ്പെട്ട്, ആത്മാവിനാൽ കഴുകപ്പെട്ട്, ആത്മാവിന്റെ കനലിന്മേൽ ഇരുന്ന് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുവാൻ ദൈവസഭയെ ദൈവാത്മാവ് ഇന്ന് പകൽ പ്രബോധിപ്പിക്കുകയാണ്. By the word of God, by the word of the Lord, and by the Spirit of the Lord, we need to be cleansed and be purified. And the Spirit of God is reminding to be cleansed and to use for His kingdom. അങ്ങനെ ഒരു ആത്മീയ ജീവിതം ആഗ്രഹിക്കുന്ന ദൈവമക്കളൊക്കെ ഒരു നിമിഷം കർത്താവിനെ മഹത്വപ്പെടുത്താം. And if you are willing to have such kind of spiritual life, കനലിലിരിക്കുന്ന കല്ല്, കനലിലിരിക്കുന്ന മീനാകുവാൻ കൊതിക്കുന്ന ദൈവമക്കളൊക്കെ ആത്മകൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. and if you are willing to be seated on the fire, and you have to open up your mouth and praise Him. കർത്താവേ, കടലിൽ കിടക്കുന്ന ഒരു മീനെ പോലെയല്ല, വലയിലകപ്പെട്ട ഒരു മീനെ പോലെയല്ല, ഫ്രീസറിനകത്തിരിക്കുന്ന മീനിനെ പോലെയുമല്ല, കടലിന്മേലിരിക്കുന്ന ഒരു മീനാകുവാൻ ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരൊക്കെ ദൈവത്തിന് മഹത്വപ്പെടുത്താട്ടെ. I don't want to be like a fish or the fish in the freezer. Rather, I want to be a fish in the charcoal fire, and I want to submit myself for that. മറഞ്ഞിരുന്ന കർത്താവിന് വേണ്ടി ഒരു പേര് പ്രതീക്ഷിക്കാതെ മറഞ്ഞിരുന്ന് ചിലത് ചെയ്യുവാൻ കൊതിക്കുന്ന ദൈവമക്കൾ ആരാത്മനെ ദൈവത്തിന് മഹത്വപ്പെടുത്താട്ടെ. And without taking any name or position, do something for God. Open up your mouth and praise His name. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Praise His name mightily. ആത്മാവിനെ കൽപ്പിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തുക. Open your mouth and praise His holy name. ഇതിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ തീക്കനലിന്മേൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. And the Holy Spirit is reminding you, ഹല്ലേലൂയ. get into the fire of the Holy Ghost and be ready for that. May God bless us with these words.